പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തൊരു വാർത്ത നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ക്യാമ്പെല്ലാം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 3 ആഴ്ചയോളം നീണ്ടൊരു പ്രീ സീസൺ ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ. മാത്രമല്ല 3 മത്സരങ്ങളോളം കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചേക്കുമെന്ന വാർത്തകളൊക്കെയായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണിലെ ആദ്യ മത്സരവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തായ്ലൻഡിലെ ഒരു സെക്കൻഡ് ഡിവിഷൻ ടീമിനെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ നേരിടുക. തായ്ലൻഡിലെ സെക്കൻഡ് ഡിവിഷൻ ടീമായിട്ടുള്ള ട്രാക്ട് FC എന്ന ടീമിനെയായിരിക്കും പ്രീ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം നേരിടുക. എന്നാൽ ഈ ഒരു മത്സരം എന്ന് നടക്കുമെന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ വരുന്ന ഞായറാഴ്ച മത്സരം നടക്കാനായിട്ട് ചെറിയൊരു ചാൻസ് ഉണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വാർത്ത ഒഡീഷ FCയുടെ സൂപ്പർ താരമായിട്ടുള്ള റോയ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ സീസണിൽ ഒഡീഷ FCക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു താരമായിരുന്നു റോയ് കൃഷ്ണ. മാത്രമല്ല ഗോൾഡൻ ബൂട്ട് ലിസ്റ്റിൽ 2ാം സ്ഥാനത്തായിരുന്നു റോയ് കൃഷ്ണ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ തന്റെ നാഷണൽ ടീമായിട്ടുള്ള ഫിജിക്ക് വേണ്ടി മികച്ച ഫോമിലാണ് റോയ് കൃഷ്ണ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 OFC നേഷൻസ് കപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ റോയ് കൃഷ്ണയുടെ നാഷണൽ ടീമായിട്ടുള്ള ഫിജിക്ക് വേണ്ടി മികച്ച ഫോമിലായിരുന്നു താരം കളിച്ചിരുന്നത്. റോയ് കൃഷ്ണ 5 മത്സരങ്ങളായിരുന്നു ടീമിന് വേണ്ടി കളിച്ചിരുന്നത്. അതിൽ 5 ഗോളുകൾ നേടാനായിട്ടും റോയ് കൃഷ്ണയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഗോൾഡൻ ബൂട്ട് അവാർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് റോയ് കൃഷ്ണ. എന്നിരുന്നാലും തീർത്തും മികച്ച ഫോമിൽ തന്നെയാണ് റോയ് കൃഷ്ണ ഉള്ളത്. അടുത്തൊരു വാർത്ത, കഴിഞ്ഞ 3 വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു താരമായിരുന്നു മാർക്കോ ലെസ്കോവിച്ച്. ലെസ്കോവിച്ചിന്റെ പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന പേജ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ ഡിഫൻഡറിനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല അതൊരു യൂറോപ്യൻ താരമാണ് എന്നും ആ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും മികച്ച എക്സ്പീരിയൻസ് ആയുള്ള ഒരു താരത്തിനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.